പാലക്കാട് നെന്മാറയിൽ രണ്ടുപേരെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ചെന്താമരയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ നെല്ലിയാമ്പതി വനമേഖലയിലും ജലാശയങ്ങളിലും ഉൾപ്പെടെ അരിച്ചുപെറുക്കിയെങ്കിലും പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ചെന്താമരയ്ക്കെതിരായ പരാതികളിൽ നെന്മാറ SHOയ്ക്ക് വീഴ്ചയുണ്ടായി എന്ന് ജില്ലാ പോലീസ് മേധാവി ഉത്തരമേഖല IG-ക്ക് റിപ്പോർട്ട് നൽകി. നെല്ലിയാമ്പതി വനമേഖല, അരക്കാമലയിൽ തിരച്ചിൽ, പ്രദേശത്തെ ജലാശയങ്ങളിൽ സ്കൂബ ടീം, ഡ്രോൺ പരിശോധന. എന്നിട്ടും ചെന്താമര എവിടെയെന്ന് എത്തും പിടിയുമില്ല. തിരുപ്പൂരിലോ പാലക്കാട് നഗരത്തിലോ ചെന്താമര എത്തിയിട്ടില്ല. മഴ ഭാഗമാണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏകദേശം ആ സ്ഥലം ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ കുറച്ച് ഭാഗം ബാക്കിയാണ്. ടീം വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിലെടുക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തിന് അതിന്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ചിട്ട് എടുക്കാൻ പോകും. കടാവർ ഡോഗിനെ എത്തിച്ച് ചെന്താമരയെ തിരയാനാണ് പോലീസ് ആലോചന. മുമ്പ് ചെന്താമര വിറ്റ ഫോൺ കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓണായെന്ന സൂചന പോലീസിന് ലഭിച്ചു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ചെന്താമരയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. നെന്മാറ SHOയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് ഉത്തരമേഖല IG-ക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. അതേസമയം അന്ധവിശ്വാസത്തിന് അടിമയാണ് ചെന്താമരയെന്ന് ബന്ധു പരമേശ്വരൻ 24-നോട് പറഞ്ഞു. അവൻ്റെ ഈ കൊടുവാളും ഇതും കയ്യിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സാധനം കൊണ്ടേ ഞാനേ പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോവാണെങ്കിൽ പൊട്ടി പോയിട്ട് അറിയാം എന്ന് പറഞ്ഞു. പോലീസ് അനാസ്ഥയ്ക്കെതിരെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പരാതി ഒന്ന് കേട്ടിരുന്നെങ്കിൽ പിതാവിനെയും മുത്തശ്ശിയെയും നഷ്ടമാകില്ലായിരുന്നുവെന്ന സുധാകരന്റെ പെൺമക്കൾ കരഞ്ഞു പറയുകയാണ്. ഇനിയും പ്രതിയെ പിടികൂടാനാകാത്തത് പോലീസിനാകെ നാണക്കേടാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24.